ഇന്ന് പുലർച്ചെയാണ് ഇറാനുമായുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന കാര്യം ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എത്ര നാളിങ്ങനെ നീണ്ടുപോകുമെന്നുള്ളത് കാണേണ്ടതാണ്. ഇതിന്റെ ഭാവി എന്താകുമെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതോ എന്തായിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള ഒരു പോക്ക്? അഞ്ജന, ഇതിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെറുതെയല്ല ഇറാൻ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് എന്നുള്ളതാണ്. വ്യക്തമായ കാരണങ്ങൾ, വ്യക്തമായ ധാരണകൾ ഇറാനുണ്ട്. ആ ധാരണകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ്റെ വലിയ വളർച്ചയിലേക്ക് വഴി തുറന്നിടുന്ന കാര്യങ്ങളാണ്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ നിരവധി നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങൾ ആദ്യമായിട്ടല്ല അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നേരത്തെയും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇറാൻ്റെ ഇത്തരം നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കുകയില്ല എന്ന ദുർവാശി അമേരിക്ക സ്വീകരിക്കുകയും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന ഏകപക്ഷീയമായ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ യുദ്ധം ഇത്രയും രൂക്ഷമാവുകയും പശ്ചിമേഷ്യയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ വലിയ തിരിച്ചടികൾ ഇത്രത്തോളം ലഭിക്കുകയും ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഒരു പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിൽക്കുന്നത്. അവരുടെ നിലപാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ആ യുദ്ധത്തിന് ശേഷമുണ്ടായ കാര്യങ്ങൾ കൂടി പുതിയ നിർദ്ദേശങ്ങളിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും ആത്യന്തികമായി ഇറാൻ പറയുന്ന കാര്യങ്ങൾ ആ യുദ്ധത്തിന് മുമ്പൊക്കെ നടന്ന ആണവ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ്. അന്ന് അതൊന്നും അംഗീകരിക്കാതിരിക്കുകയും ഇപ്പോൾ അതൊക്കെ പരിഗണിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുകയും ചെയ്യുന്ന ഗതികെട്ട ദയനീയമായ അവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇനി പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീമ്പിളക്കിയതുപോലെ, വെല്ലുവിളിച്ചതുപോലെ ഇനിയും ഇറാനിലേക്ക് ആക്രമണങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തൻ്റെ നിലനിൽപ്പിനെ പോലും അമേരിക്കയുടെ ഭാവിയെപ്പോലും ഗുരുതരമായി ബാധിക്കുമെന്ന ഉത്തമമായ ബോധ്യം ട്രംപിന് എപ്പോൾ വന്നുവോ അപ്പോൾ മുതൽ ട്രംപ് വലിയ ചാഞ്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചാഞ്ചാട്ടത്തിൻ്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ ആ ഭീതിയുടെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മനം മാറ്റം, അല്ലെങ്കിൽ പൊടുന്നനെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം എന്ന് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ട്രംപ് വിജയിച്ചു, അല്ലെങ്കിൽ ട്രംപ് സ്വയം പ്രഖ്യാപിക്കുന്നത് ട്രംപ് വിജയിച്ചു എന്നാണ്. ട്രൂത്ത് സോഷ്യലിൽ വലിയ വീരവാദം അടിക്കുന്ന ഇറാൻ കീഴടങ്ങി, ട്രംപ് വിജയിച്ചു എന്നുള്ളതാണ്. അല്ല, ട്രംപ് ഇന്ന് പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ, അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിന് വേണ്ടി താൻ വലിയൊരു കാര്യം ചെയ്തു, ഒരു വലിയ കാര്യം ചെയ്തു എന്ന ബഹുമതി തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന പശ്ചിമേഷ്യയിൽ ഇക്കട്ട കുഴമ്പകൾ മുഴുവൻ ഉണ്ടാക്കുന്ന വിധത്തിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഒടുവിൽ തോറ്റോടിയതിനെ പോലും മഹത്വവൽക്കരിച്ച് ലോകത്തിന് മുന്നിൽ താനൊരു വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ട്രംപിൻ്റെ ഈ ദയനീയമായ അവസ്ഥ, അത് ഒരർത്ഥത്തിൽ നോക്കിയാൽ വലിയ തമാശയായിട്ട് തോന്നും. പക്ഷേ മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ഈ ലോകത്തെ നശിപ്പിക്കാനുള്ള ഒരു ഭ്രാന്തമായ തീരുമാനം ആയിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇത് എന്ന് ചോദ്യമോടെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ നോക്കുക, ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ തീരുമാനങ്ങളെന്ന് പറയുന്നത് അതിൽ ഏതംഗീകരിച്ചാലും, ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ പോലും അത് ഇറാന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇറാൻ പറയുന്ന കാര്യം, പശ്ചിമേഷ്യയിൽ ഇനി അമേരിക്ക വേണ്ട, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് നീക്കുക. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കാലം ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പലിശ സഹിതം തിരിച്ചു തരിക, നഷ്ടപരിഹാരം നൽകുക. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, ഇറാൻ്റെ പരമാധികാരത്തിൽ ഇനി കൈകടത്തരുത്, ഇനി മേലാൽ ഇറാന് നേരെ യുദ്ധം നടത്താൻ വരരുത്, ഇനി ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങളുടെ സാമ്പത്തികമായ ഒരു ചുമതല, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു കൈ ഉണ്ടാകും. അതായത് ഹോർമുസ് കടലെടുക്ക് വഴി ഇനി ഏതെങ്കിലും കപ്പലുകൾ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ചുങ്കം തരേണ്ടി വരും, ഞങ്ങൾക്ക് ടാക്സ് തരേണ്ടി വരും, അത് ഞങ്ങളുടെ അധികാര പരിധിയിലേക്ക് ഹോർമുസിനെ ഞങ്ങൾ മാറ്റുകയാണ്, ഇത് അംഗീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇറാനുമായി ചങ്ങാത്തം തുടരുന്ന രാജ്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപരോധിക്കുക, അല്ലെങ്കിൽ ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന കമ്പനികൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയ സകല നയങ്ങളും എടുത്തു കളയുക. അതോടൊപ്പം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇറാന് മേലുള്ള ഉപരോധങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, ഇറാനെ ഫ്രീ ആക്കുക. ഇറാനെ ഇപ്പോൾ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ഉപരോധങ്ങളുണ്ട്, ആ ഉപരോധങ്ങളൊക്കെ എടുത്തു കളയുക. അങ്ങനെയുള്ള 10 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുമ്പത്തെ അമേരിക്കയുടെ സ്ഥിതിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പൊക്കെയുള്ള ട്രംപിൻ്റെ ഒരു നിലപാടനുസരിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും പരിഗണിക്കാൻ പാടില്ലായിരുന്നു.
അന്ന് ഇതൊന്നും പരിഗണിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ചർച്ചകൾ നടത്താൻ തയ്യാറാണ്. അതിൻ്റെ അർത്ഥം ട്രംപ് ദയനീയമായി തോറ്റിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പല മാധ്യമങ്ങളും അങ്ങേയറ്റം തിരിച്ചടികൾ കിട്ടിയതിന് ശേഷം അല്ലേ, ഇത്രയധികം തിരിച്ചടികൾ കിട്ടിയതിന് ശേഷം, ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതിനു ശേഷം, ഇത്രയധികം വെറുപ്പ് അമേരിക്കയിൽ ട്രംപിനെതിരെ പടർന്നതിന് ശേഷം, ഒരുപക്ഷെ ട്രംപിൻ്റെ പ്രസിഡന്റ് പദവി പോലും നഷ്ടമാകുമെന്ന ഭീതി ഉയരുന്നതിലേക്ക് വരെ ഈ വിഷയം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗുരുതരമായ തിരിച്ചടികളും നഷ്ടങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ട്രംപിന് ബോധോദയമുണ്ടാകുന്നത്. ഇനിയും ഇറാനെ ആക്രമിക്കുക, ഇറാനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ വെറുതെയല്ല ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്, വെറുതെയല്ല ഇറാനും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. ലോകത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനമെന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്, സമാധാനപരമാണ്. ഇനി അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് കരുതാം. ഇനി ഒരിക്കലും ഇറാനെ അമേരിക്ക പോയി ചൊറിയില്ല എന്ന് ഏറെക്കുറെ ലോകത്തിന് ബോധ്യപ്പെട്ടു. കാരണം ഇനിയും ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ, ഇറാനെ ചൊറിയാൻ പോയാൽ കിട്ടാൻ പോകുന്ന തിരിച്ചടികളുടെ കാഠിന്യം എത്രത്തോളം രൂക്ഷമായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം പറയേണ്ട ഒരു കാര്യം, ഇറാന് ഈ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഈ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ പോലും, ഇനി ഇറാന് നഷ്ടപരിഹാരം നൽകില്ല എന്ന് അമേരിക്ക പറഞ്ഞാലും, ഉപരോധങ്ങൾ മുഴുവൻ നീക്കിയാൽ തന്നെ ഇറാന് ശക്തമായി കുതിച്ചുയരാൻ സാധിക്കും. കാരണം ചൈനയും റഷ്യയും ഇറാന് വലിയ തോതിൽ പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പിന്തുണ ലഭിക്കുകയും സാങ്കേതികപരമായും ശാസ്ത്രപരമായും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളടക്കമുള്ളവ സജീവമാകുകയും അതുവഴി വലിയ തോതിൽ വ്യാപാരം നടക്കുകയും അന്താരാഷ്ട്ര തുറമുഖങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഇടപാടുകൾ തീർച്ചയായിട്ടും ഊർജിതമാവുകയും ചെയ്താൽ ഇറാന് വളരെ വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അവരുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി, ഇപ്പോൾ അതിൽ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആണവ പരീക്ഷണം ഞങ്ങൾ തുടരുമെന്നാണ്. അതായത് ഊർജ്ജ ആവശ്യത്തിനായി ഞങ്ങൾ ആണവ പരീക്ഷണം തുടരും, ആണവ ബോംബുകൾ ഞങ്ങൾ നിർമ്മിക്കില്ല, ആണവായുധം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ട്രംപ് അനുമതി കൊടുക്കുന്നൊരു സാഹചര്യം, പാകിസ്ഥാനിൽ നടക്കുന്ന യോഗത്തിൽ ഒരു അനുമതി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടില്ല. ഇറാൻ ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ ശക്തിയാകും. ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അവർക്കുണ്ടായിരിക്കുന്ന ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ, അവരുടെ പ്ലാന്റുകൾക്കുണ്ടായിരിക്കുന്ന തകർച്ചകൾ, ഇതൊക്കെ അതിവേഗത്തിൽ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ പിന്തുണ, അവിടുത്തെ ഒരു വലിയ മാൻ പവർ ഇറാനുണ്ട്. അമേരിക്കയ്ക്ക് ഇല്ലാത്തത് ഇറാനുണ്ട് എന്ന് തന്നെ പറയാം അല്ലേ. അമേരിക്കയിലെ വലിയ പ്രശ്നമാണ്. അമേരിക്കയിൽ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപിൻ്റെ പാർട്ടി തന്നെ ട്രംപിനെതിരെ രംഗത്ത് വരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അവിടെ ഉണ്ടാകുന്നു. ഇന്ധനവില കുതിച്ചുയർന്നു. ഈ 10-40 ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്നു. സൈനിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഒരുപാട് അവരുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല അമേരിക്ക സ്റ്റേബിൾ അല്ല. പക്ഷേ ഇറാൻ തുടക്കം മുതലേ സ്റ്റേബിളാണ്. തിരിച്ചടി എന്ന മട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ, യുദ്ധത്തിൽ സജീവമായി നിൽക്കുമ്പോൾ തന്നെ ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇറാൻ തന്ത്രപരമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ നീക്കങ്ങളിൽ കൃത്യമായി അമേരിക്ക വന്ന് വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി അങ്ങോട്ട് വലിയൊരു കുതിപ്പിൻ്റെ കാഹളം മുഴക്കി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഇറാൻ വളരെയധികം വരിഞ്ഞു മുറുക്കപ്പെട്ട് ഒരു ദരിദ്ര രാഷ്ട്രമെന്ന നിലയിലേക്ക് പോലും പോകുമോ എന്ന് ഭയപ്പെട്ട് അവിടെ കറൻസിയുടെ വിലയിടിഞ്ഞ് ജനങ്ങൾ വലിയ ദുരിതത്തിൽ കഴിയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയ ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ ഭരണകൂടത്തോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉള്ളതൊക്കെ മാറ്റിക്കിട്ടിയാൽ അവർക്ക് അവരുടെ പരമാധികാരവുമായി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ കരാറിലൂടെ നൽകപ്പെട്ടാൽ, ഇനി ഒരിക്കലും അമേരിക്കയുടെ ശല്യം ഉണ്ടാകില്ല എന്ന് അമേരിക്ക പറഞ്ഞാൽ, തീർച്ചയായിട്ടും അതിവേഗത്തിൽ വളരുന്ന അതിനൂതനമായ ഒരു ഇറാനെയായിരിക്കും അധികം കഴിയാതെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം അതിൽ ഒപ്പിടാതിരിക്കാനും അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം ഒപ്പിടാതിരുന്നാൽ ഹോർമുസ് കടലിടുക്ക് അടയും. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എത്രത്തോളം രൂക്ഷമാണ്, എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനിയും അതിൻ്റെ ഭീകരമായ മറ്റൊരവസ്ഥയിലേക്ക് പോകാൻ ലോകം താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുവാങ്ങി ലോകത്ത് ഒറ്റപ്പെടാൻ അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേലിനും ഏറെക്കുറെ മതിയായിരിക്കുന്നു. കാരണം ഒരു തരത്തിലും ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഈ 40 ദിവസം കൊണ്ട് ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ മയപ്പെടുത്തി ഹോർമുസ് കടലിടുക്ക് തുറന്ന് നോക്കുക. ഇറാൻ്റെ റെജീം ചേഞ്ചുമായിട്ട് വന്നിട്ടുള്ള ആളുകളായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാൻ ഹോർമുസ് എങ്ങനെയെങ്കിലും തുറക്കുക എന്നതിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. പക്ഷേ ഇറാന് കിട്ടാൻ പോകുന്നതോ ഈ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചാൽ
പകുതിയെങ്കിലും അമേരിക്ക അംഗീകരിച്ചാൽ ഇറാനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ യുദ്ധം നടത്തിയവർ, യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചവർ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ യുദ്ധലക്ഷ്യങ്ങളൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ ഒടുവിൽ ഇറാൻ്റെ ഉയർച്ചയിലേക്ക്, ഇറാൻ്റെ വളർച്ചയിലേക്ക്, ഇറാൻ വളരരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന അമേരിക്ക അവരുടെ നീക്കങ്ങളിലൂടെ ഇറാന് വളരാനുള്ള മണ്ണൊരുക്കി കൊടുത്തിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.